إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും സൃഷ്ടാവും പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നും പ്രവാചക സുന്നത്തുകൾ ചര്യകൾ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ച് പാലിച്ച് ജീവിക്കുവാനും പരമാവധി പരിശ്രമിക്കണമേ എന്നും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് ശക്തമായ ഭാഷയിൽ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും പവിത്രമായ മാസത്തിലൂടെയാണ് നാം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പവിത്രമായ മാസത്തിലെ ഏറ്റവും പുണ്യ ദിനങ്ങളാണ്
ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങളിലെ കർമ്മങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ഏവരുടെയും ബാധ്യതയായിട്ട് ഉള്ളത്. ലോകത്ത് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ സമൂഹം ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വിശുദ്ധ ഗേഹത്തിലേക്ക് എത്തിയ ഹാജിമാർക്ക് പരിപൂർണമായി ഹജ്ജ് നിർവഹിക്കുവാനും യാത്രയും മറ്റ് കാര്യങ്ങളുമൊക്കെ എളുപ്പമാക്കി തിരിച്ചു വരാനും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുവാനും അവർക്ക് സാധിക്കട്ടെ. അള്ളാഹു എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും അവർക്ക് ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹജ്ജിന് അവസരം ലഭിക്കാത്ത വിശ്വാസികളെ സംബന്ധിച്ച് അവർ പെരുന്നാൾ നമസ്കരിക്കുവാനും ബലിയറുക്കുവാനുമൊക്കെ കാത്തിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ വിശ്വാസികൾ ഓർക്കേണ്ടുന്ന, അവർ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ദുൽഹജ്ജ് 9 അറഫ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നതും മനസ്സിലാക്കേണ്ടുന്നതുമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിലൂടെ നമുക്ക് അത് മാലോകർക്ക് എത്തിച്ചു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. ഹിജറ 10ാമത്തെ വർഷം അറഫയിൽ ഹജ്ജിനോടനുബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രഭാഷണം കൂടിയായിരുന്നു ആ അറഫയിലെ പ്രഭാഷണം. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതും ആ അറഫയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അറഫ പ്രസംഗത്തിലാണ്. ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച്, ഇന്നോളം കാതോർക്കപ്പെട്ടിട്ടില്ലാത്ത തലത്തിൽ നടത്തപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇന്നോളം ഒരു ഭരണാധികാരിയും നടത്തിയിട്ടില്ലാത്ത, ഇനിയും നടത്താൻ സാധ്യതയും ഇല്ലാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയത് എന്ന് കാണാൻ സാധിക്കും. ഈ അറഫ പ്രസംഗത്തിന്, പ്രഭാഷണത്തിന് ഹജ്ജത്തുൽ വിദാ എന്ന പേരിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലോകത്തോടും തന്നോടൊപ്പം
ഹജ്ജിന് വന്നുകൂടിയ ലക്ഷക്കണക്കായ സ്വഹാബത്തുൽ കിറാമിനും മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നും പ്രശസ്തമായിട്ട് ആ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അന്നത്തെ വാക്കുകൾ ഇന്നും അത് ലോകത്ത് വളരെ പ്രശസ്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകൻ്റെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സൂചിപ്പിച്ചത് ആദ്യമായി യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇസ്മഉ മിന്നി ഉബയ്യിൻ ലക്കും, ഞാൻ വിശദീകരിച്ചു തരുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ഇനിയും ഒരിക്കൽ കൂടി ഈ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുമോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. ഇതെൻ്റെ അവസാനത്തെ നിങ്ങളുമായിട്ടുള്ള അവസാനത്തെ കണ്ടുമുട്ടലും അവസാനത്തെ പ്രഭാഷണവുമാകാം. പ്രവാചകൻ്റെ മരണത്തിലേക്കുള്ള ഒരു വിളിയാളം കൂടിയായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയ ഈ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണം എന്ന് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജായിരുന്നല്ലോ ഈ ഹജ്ജ്. അടുത്ത ഹജ്ജിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങുകയുമുണ്ടായി എന്ന് നമുക്ക് ഹദീസുകളിൽ, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗമാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഹജ്ജിന് എന്തൊക്കെയാണോ കർമ്മങ്ങളുള്ളത്, ആ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്നും പഠിച്ചു കൊള്ളണം. ഫഇന്നീ ലാ അദ്രീ ലഅല്ലീ ലാ അഹജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം മറ്റൊരു വർഷം നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാമെന്ന് ഒരു വിചാരവും എനിക്കല്ല, ഒന്നും അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ഹജ്ജത്തുൽ വിദാഇലൂടെ നടത്തിയെന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മരണത്തെ അറിയിച്ചുകൊണ്ടുള്ള സൂറത്തും അവതീർണമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 3 മാസം മുമ്പ് അവതീർണമായ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ ഒരു സൂറത്ത് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയെന്ന് എന്താണ്? ഫഅറഫ അന്നഹുൽ വദാ, പ്രവാചകൻ മനസ്സിലാക്കിയത് എൻ്റെ അവസാനത്തിലേക്ക്, എൻ്റെ വിടവാങ്ങലിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്, അതാണ് ഈ സൂറത്ത് അറിയിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മനസ്സിലാക്കിയെന്ന് സഹാബിമാരായ ആളുകൾ പ്രവാചകൻ്റെ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളായ ആളുകൾ സൂചിപ്പിക്കപ്പെടുന്നത്, ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണത്തെ വിടവാങ്ങലിനെ വിശദീകരിക്കപ്പെടുന്നതാണ് എന്ന്. അതിനുപോൽബലകമായ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ സൂറത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിളിച്ചു.
സ്വന്തം മകളെ പ്രവാചകൻ വിളിച്ചു. ഫഖാല അന്നഹു ഖദ് നുമീതു ഇലയ്യ നഫ്സി. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ സമയം അടുത്തിരിക്കുന്നു, അതിനുള്ള അറിവ് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഫബക്കത്ത്. ഇത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു എന്ന്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. എന്നിട്ടോ സുമ്മ ലഹിക്കത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്ന്. വഖാലത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതിന്റെ കാരണത്തെക്കുറിച്ച് വിശദീകരിച്ചു വരികയാണ്. അന്നഖ്ബിർനി അന്നഹു നുഈതു ഇലൈക നഫ്സഹു വബഖത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അറിയിച്ചു തന്നു, പ്രവാചകന്റെ വിയോഗമുണ്ടാകാൻ പോകുന്നു എന്ന്. പ്രവാചകൻ ഈ ദുനിയാവിൽ നിന്നും വിട പറയുന്നു എന്ന് പ്രവാചകൻ എന്നെ അറിയിച്ചപ്പോ ഫബഖത്ത്, ഞാൻ കരയുകയുണ്ടായി എന്ന്. സുമ്മ ഖാല. എന്നിട്ട് പിന്നീട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ എൻ്റെ പിതാവ് പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇസ്ബിരി, നീ ക്ഷമിക്കണം കേട്ടോ. ഫഇന്നകി അവ്വലു അഹ്ലി ഹിലാഖൻ ഇലാ. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായിട്ട് എന്നോടൊപ്പം ചേരുന്നത് നീയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു എന്ന്. അങ്ങനെ ഫളഹിക്കത്തു, ഞാനിത് കേട്ടപ്പോൾ ചിരിക്കുകയും ചെയ്തു എന്ന്. അപ്പം ഈ സൂറത്തിറങ്ങിയത് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ദുനിയാവിൽ പ്രവാചകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹിന്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഫഇന്നക മയ്യിത്തുൻ, പ്രവാചകരെ താങ്കൾ മരണപ്പെടും. ഫഇന്നഹും മയ്യിത്തൂൻ, അവരും തന്നോടൊപ്പമുള്ള ആളുകളും മരണപ്പെടും എന്ന്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാൻ, മരണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ഈ ഒരു സംഭവം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാകണം. ഏത് സമയത്തും നമ്മുടെ മരണമുണ്ടാകും എന്നതിനെ സംബന്ധിച്ച ബോധവും ചിന്തയും വിശ്വാസികളെ ഈ ഒരവസരത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന്. മറ്റൊന്ന്, പ്രവാചകൻ അന്ന് വിശദീകരിച്ചു കൊടുത്ത ഹജ്ജത്തുൽ വിദാഇൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശദീകരിച്ച മറ്റൊരു സംഭവമാണ് ധനവും രക്തവും ഒക്കെ എന്താണ്, അഭിമാനവുമൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പവിത്രമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്. ഒരു മനുഷ്യന്റെ ധനം പവിത്രമാണ്, അഭിമാനം പവിത്രമാണ്, രക്തം പവിത്രമാണ്, അത് പിച്ചി ചീന്താൻ പാടില്ല എന്ന്. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ്? അഭിമാനം പിച്ചി തീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ഒരു സന്ദർഭത്തില് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ചെയ്ത തെറ്റുകളെ നുകഞ്ഞ് അന്വേഷിച്ച് അതിൻ്റെ മേൽ കൂടി പിന്നെയും കൂടി മൊബൈലുകളിലൂടെ വാട്സപ്പുകളിലൂടെ അതെന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തോടാണ് 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഇന്ന് ആളുകൾ അതിനു വേണ്ടി നടക്കുക. മനുഷ്യന്റെ ധനം പവിത്രമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം പ്രവാചകൻ അന്ന് കൂടിയിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സഹാബാ കിറാമിനോട് ചോദിച്ചു, ഇന്നത്തെ ദിവസം ഏതാ? ഖാലു, അവര് പറഞ്ഞു, എന്താണ്? യൗമുൻ ഹറാം. പ്രവാചകരെ ഒറ്റ ശ്വാസത്തിലാ, ഒരേ ശബ്ദത്തിലാ സഹാബാ കിറാം പറയുന്നത്, ഇന്നത്തെ ദിവസം എന്നുള്ളത് പവിത്രമായ ദിവസമാണ് പ്രവാചകരെ. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ഇന്നത്തെ ഈ മാസമേതാ? അള്ളാഹിന്റെ പ്രവാചകരോട് സഹാബാ കിറാം പറഞ്ഞു, എന്താണ്? ഷഹ്റുൻ ഹറാം. ഇത് ഏറ്റവും നല്ല പവിത്രമായ മാസമാണ് പ്രവാചകരെ. ആ സമയത്ത് പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഫഇന്ന ദിമാഉക്കും വഅംവാലുക്കും വഅഗ്റാലുക്കും ഹറാം. നിങ്ങളുടെ രക്തവും അതേപോലെ അഭിമാനവും നിങ്ങളുടെ ധനവുമൊക്കെ നിങ്ങൾക്ക് പവിത്രമാണ്. ഏതുപോലെ? കഹുറുമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഇതൊക്കെ എന്താണ്? നിങ്ങൾക്ക് പവിത്രമാണ്. മനുഷ്യന്റെ അഭിമാനം, രക്തം, അതേപോലെ എന്താണ്?
ധനം എന്ന് അല്ലേ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയില്ലാത്ത ഒരു മതത്തിനുടമകളാണ് മുസ്ലിം സമൂഹം. അങ്ങനെയാണ് ഇസ്ലാം ലോകത്തിന് പകർന്നു തന്നിരിക്കുന്നത്, നമുക്ക് മാർഗദർശനമായിക്കൊണ്ട്. ഒരു മനുഷ്യന് നേരെ ആയുധം ചൂണ്ടുന്നത് പോലും കുറ്റകരമാണെന്ന് പഠിപ്പിച്ച വലിയ ഒരു ആദർശത്തിന് മുമ്പിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് നേരെ ആയുധം പോലും ചൂണ്ടാൻ പാടില്ല, വിരൽ ചൂണ്ടിപ്പോലും സംസാരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വ്യക്താക്കളാണ് നമ്മൾ. അവിടെയാണ് ഇന്ന് ആയുധ പരിശീലകരും അതോടൊപ്പം ആയുധത്തിനുമേൽ ഇരയായി തീരുന്ന മുസ്ലിങ്ങൾ തമ്മിൽ ആയുധങ്ങൾ കൊണ്ട് കൊമ്പുകോർക്കുന്ന അവസ്ഥ അല്ലേ? ചീത്തവിളിയും കൈകോർക്കലുകളും അതേപോലെ കൊമ്പുകോർക്കലുമായി കൊലയും കൊള്ളിവെപ്പുമായി നടക്കുന്ന മുസ്ലിം സമൂഹമേ, നിങ്ങൾക്ക് പ്രവാചകനിലാണ് മാതൃകയുള്ളത്. അറഫാ മൈതാനിയിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് അവിടുന്ന് മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, പ്രവാചകൻ നൽകിയ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പ്രഖ്യാപനമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. വർണ്ണവിവേചനത്തിനെതിരെയുള്ള പ്രഖ്യാപനം. ഇന്ന് വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതീയതയുടെ പേരിൽ ഇന്ന് വർഗീയത കളിച്ചു കൊണ്ടിരിക്കുന്നു ആളുകൾ. അതേപോലെ വർണ്ണത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ എന്തിനേറെ താഴ്ന്ന വർഗക്കാരനായ ഒരാള് ഉദ്യോഗതലത്തിൽ ഏറ്റവും മുകളിലെ കസേരയിലിരുന്നാൽ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ചാണകവെള്ളം തെളിച്ച് അവിടെ ശുദ്ധീകരിക്കുന്ന സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതീയതയും വർഗീയതയും വർണ്ണവും നോക്കി മനുഷ്യനെ വ്യവച്ഛേദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ ആ പ്രഖ്യാപനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. പ്രവാചകന്റെ അറഫയിലെ മറ്റൊരു പ്രഖ്യാപനമാണ് യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്. നിങ്ങൾ അറിയണം, നിങ്ങളുടെ റബ്ബ് ഒരാളാണ്, ഏകനാണ് നിങ്ങളുടെ റബ്ബ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്, നിങ്ങളുടെ പിതാവ് ഏകനാണ്. അറിയണം, ലാ ഫളല ലി അറബിയിൻ വലാ അഅ്ജമിയിൻ വലാ ലി അഅ്ജമിയിൻ വലാ അറബിയിൻ. അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല, അനറബിക്ക് അറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല. വലാ അഹ്മറ വലാ അസ്വദ, കറുത്തവന് വെളുത്തവനേക്കാൾ ഒരു പ്രത്യേകതയില്ല. വലാ അസ്വദ വലാ അഹ്മറ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു പ്രത്യേകതയില്ല. ഇല്ലാ ബിത്തഖ്വാ, തഖ്വയാണ് എല്ലാത്തിനും മാനദണ്ഡമെന്ന്. ഇന്ന് നിറം നോക്കി, വർഗം നോക്കി, വർണ്ണം നോക്കി മനുഷ്യനെ വേദനിക്കപ്പെടുമ്പോ, മനുഷ്യത്വമല്ലാത്ത തരത്തില് മാനവികതയെ വികച്ഛേദിക്കപ്പെടുമ്പോൾ, മാനവിക സമൂഹത്തിന്റെ മാനവികമായ ദർശനത്തിന് ഊന്നൽ നൽകിയ, അതിനെ പകർന്നു നൽകിയ പ്രഭാഷണമായിരുന്നു റസൂലുള്ളാഹ്. 1400 കൊല്ലം മുമ്പ് അറഫാ മൈതാനിയിൽ തിങ്ങി നിറഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന് പകർന്നു കൊടുത്ത ആ ഒരു പ്രഖ്യാപനം, എൻ്റെ പ്രിയ മുസ്ലിം സമൂഹമേ, നമുക്ക് വേണ്ടിയാണെന്നും കൂടി മനസ്സിലാക്കുക. നമുക്ക് മുന്നിലുണ്ട്, നമുക്ക് മുന്നിലൂടെയാണ് ഇതിനെ നമുക്ക് പ്രവാചകൻ പകർന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് പറഞ്ഞു, ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ തിന്മകളെയും നിങ്ങൾ ഒഴിവാക്കണം. എന്തൊക്കെ തിന്മകൾ ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നോ ആ തിന്മകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. കുടിപ്പകകൾ, ഒരുപാട് കുടിപ്പകകൾ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു പ്രവാചകന്റെ സമൂഹം. ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയ ഈ ഹജ്ജത്തുൽ വിദാഇൽ നടത്തിയ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു വാക്യമാണെന്ത്? വ ഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയ മൗദൂ. എല്ലാ രക്തക്കറകളും
എല്ലാ രക്തക്കറകളും എന്താണ്, എല്ലാത്തിനെയും എന്താണ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഇനിയും നിങ്ങൾക്ക് മേൽ ഒരു കുടിപ്പകയും ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലേ തക്കം നോക്കിയിരിക്കുക ആളുകൾ. ഇന്നും തക്കം നോക്കിയിരിക്കേണ്ട ആളുകള് എന്തിനാണ്? കുടിപ്പകകൾ തീർക്കുന്നതിന് വേണ്ടി. പണ്ടെന്നോ പറഞ്ഞു പോയതിന്റെ പേരിൽ, സംഭവിച്ചു പോയതിന്റെ പേരില് ഇന്നും മനസ്സിൽ കുടിപ്പകകളും കൊണ്ട് നടക്കുന്ന മുസ്ലിം സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മളുമായി ജീവിക്കുന്ന നാടുകളിലുണ്ട്. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂല് അതിനെയെല്ലാം കുഴിച്ചു മൂടപ്പെട്ടു എന്ന്. അതിനെയെല്ലാം കുഴിച്ചു മൂടി. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പ്രവാചകൻ തുടങ്ങി അല്ലേ? എങ്ങനെയാ തുടങ്ങിയത്? അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ മകൻ റബീഅയുമായി ബന്ധപ്പെട്ട കുടിപ്പകകൾ മുഴുവനും ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇനിയും അതിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും യാതൊരു ബുദ്ധിമുട്ടുകളും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഇതൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു പ്രവാചകൻ നടത്തിയത്. കുടിപ്പകളെ മുഴുവനും ഒഴിവാക്കപ്പെടുക, മനസ്സിലുള്ള എല്ലാത്തിനെയും ഉപേക്ഷിക്കുക. മറ്റൊരു പ്രഖ്യാപനമായിരുന്നല്ലോ പലിശയെ നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം. അന്ന് പലിശ വ്യാപകമായി നിലനിന്ന ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം ഇന്നും എന്താണ്? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാതെ കിടക്കുന്നു. പ്രവാചകന്റെ ആ പലിശ നിരോധനത്തെ എത്തരത്തിലാണ് കൊണ്ടുപോകപ്പെടേണ്ടുന്നത്? എങ്ങനെയാണ് അറബ്യൻ രാജ്യം സാമ്പത്തികമായി പലിശയില്ലാതെ ഇത്ര കണ്ടുയരാൻ സാധിച്ചത്? സാമ്പത്തികമായ ഭദ്രത അറബ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ലോകം പഠിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് പലിശ കൊണ്ടാ രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. പക്ഷെ അതില്ലാത്ത രാജ്യങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ആ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിൽ പറഞ്ഞല്ലോ, എല്ലാ റിബയും എന്ത് ചെയ്യുകയാണ്? റദ്ദ് ചെയ്യപ്പെടുകയാണ്. ആ റദ്ദ് ചെയ്ത തുക, ആ റദ്ദ് ചെയ്ത പലിശയിൽ ഒന്നാമതായിട്ട് പ്രവാചകൻ റദ്ദ് ചെയ്തത് ആരെയാണ്? അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു. അബ്ദുല്ലാഹ് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ലഭിക്കേണ്ടുന്ന എല്ലാ പലിശയും ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് അല്ലേ? കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന് ആ പലിശയുമായി ബന്ധപ്പെട്ട നിരോധനം ആരംഭിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. ഇന്നത്തെ ലോകം മുഴുവനും ജീവിക്കുന്നത് പലിശയുമായിട്ടാ. വീട് വെക്കണോ? പലിശയുമായി ബന്ധപ്പെടുന്നു നമ്മൾ. അതേപോലെ വാഹനം വാങ്ങണോ അല്ലേ? പലിശയുമായി ബന്ധപ്പെടുന്നു നമ്മൾ. വസ്തു വാങ്ങണോ? പലിശയുമായി ബന്ധപ്പെടുന്നു. കച്ചവടം ചെയ്യണമോ? പലിശയുമായി ബന്ധപ്പെടുന്നു. അതിനതിന് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാതായി പോകുന്ന ഒരു ഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം. പലിശ മുച്ചൂടും പലിശയിലധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ കൊണ്ടിരിക്കുകയാ അല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, 7 കാര്യങ്ങൾ മഹാവൻ പാപങ്ങളാണ്. ആ പാപങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞ കൂട്ടത്തില് ഒരു കൂട്ടം എന്താണ്? അത് എന്താണ്? പലിശ ഭുജിക്കുക എന്നുള്ളത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയുണ്ടായി. പലിശയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം ഇടപാടുകളും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? അങ്ങനെ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എത്രയും പെട്ടെന്ന്
തീർത്ത് ശുദ്ധമാകും. നമ്മുടെ സമ്പാദ്യം വിറ്റിട്ടാണെങ്കിലും ഉള്ളതിനെ കൊടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മളതിൽ നിന്നും വിട്ടു നിൽക്കണം. കാരണം അങ്ങനെ ഒന്നിൽപ്പെട്ട് പെട്ടുപോയാൽ പിന്നെ ഊരി വരാൻ വല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലേ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു പലിശയിൽ നിന്നും മറ്റൊന്നിലേക്ക്, ഒന്ന് വീടാൻ വേണ്ടി മറ്റൊരു പലിശ അല്ലേ. ഇങ്ങനെ വട്ടിപ്പലിശയും കൊള്ളപ്പലിശയുമായിട്ട് ജീവിക്കാൻ മാത്രമായിരിക്കും നമ്മുടെ ഗതി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ പ്രഭാഷണത്തില്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ ഈ പ്രഭാഷണത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രഖ്യാപനം നടക്കുന്നതായി കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊന്ന്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങളൊക്കെ സഹോദരന്മാരാണ്. സാഹോദര്യത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന്. സാഹോദര്യത്തോടു കൂടിയായിരിക്കണം. മുസ്ലിമീങ്ങൾ നിങ്ങൾ എന്താണ്, സഹോദരങ്ങളാണ് എന്നുള്ള പ്രഖ്യാപനം അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സാഹോദര്യത്തോടു കൂടിയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞതോടൊപ്പം പ്രവാചകന് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ, സഹോദരിമാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വസിയത്ത് നമുക്ക് ആ പ്രഭാഷണത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടത്തിയ അറഫ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നൻ നിസാഅ ഇൻദകും അവാൻ, നിങ്ങൾക്കൊരമാനത്തായി കൊണ്ടാണ് നിങ്ങളുടെ സ്ത്രീകള്. നിങ്ങൾക്ക് അവരോട് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾക്ക് അവരോട് ബാധ്യതയുണ്ട്. അതേപോലെ നിങ്ങളോട് തിരിച്ചും അവർക്ക് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ ഉത്തരവാദിത്തങ്ങളെയും ബാധ്യതകളെയും നിറവേറ്റിക്കൊണ്ടായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കുമ്പോഴാണ് മാനസികമായ ഐശ്വര്യവും സംതൃപ്തിയും ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് പ്രവാചകന്റെ ഈ അറഫ ദിനത്തിലെ പ്രവാചിനിയും ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെയും ഹദീസുകളിൽ വിശാലമായി പല രൂപത്തിൽ പ്രവാചകൻ വന്നതായി കാണാൻ സാധിക്കും. അവസാനം, പ്രഭാഷണത്തിന്റെ അവസാനം റസൂലുള്ളാഹി സഹാബികളോടായി ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തന്നിട്ടില്ലേ? എൻ്റെ ദൗത്യത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടില്ലേ? പ്രവാചകന്റെ സഹാബിമാർ ഒന്നടങ്കം എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ തങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ അവിടെ എന്ത് ചെയ്യുന്നു? പ്രഖ്യാപനം നടക്കുകയാണ്. അല്ലാഹുവേ, ഈ പറഞ്ഞതിന് നീ സാക്ഷിയാണ്, ഈ പറഞ്ഞതിന് നീ സാക്ഷിയാണ് എന്ന് പ്രവാചകൻ അവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അള്ളാഹുവിന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിൽ ഇന്നും ഇതിൻ്റെ എന്താണ് വിലയും, അതേപോലെ ഈ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങൾ ഇന്നും ലോകത്ത് ഒരു കറകളഞ്ഞ രീതിയിൽ തന്നെ ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകാൻ പരമാവധി പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് രണ്ടാമതും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുണ്യകരമായ ദിനങ്ങളാണ് ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. പണ്ഡിതന്മാർ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ റമദാനിലെ അവസാനത്തെ 10 വിശ്വാസികൾക്ക് എപ്രകാരമാണോ ശ്രേഷ്ഠമായത്, അതേപോലെയാണ്
ദുൽഹിജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ സമയത്തുള്ള പ്രാർത്ഥനകൾ, ദിക്റുകൾ ഒക്കെ അധികരിപ്പിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ 10 ദിവസത്തെ സംബന്ധിച്ചാണയിട്ട് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന സൂറത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അതേപോലെ ദുൽഹജ്ജ് 9 അറഫ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിയാമു യൗമി അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതൽ ലതി ഖബ്ലഹു വസനതൽ ലതി ബഅദഹു. അറഫാ ദിനത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ ഒരു വർഷത്തിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ആ ദുൽഹജ്ജ് 9 നമുക്ക് ബുധനാഴ്ചയാണ്. അന്ന് അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ദുൽഹജ്ജ് 10 നമുക്കറിയാം ഈദുൽ അദ്ഹയാണ്, ബലിപ്പെരുന്നാളാണ്. അന്ന് നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങൾ ഒക്കെ നമുക്ക് അറിഞ്ഞവരും പഠിച്ചവരുമൊക്കെയാണ്. തക്ബീർ ദുൽഹജ്ജ് 9 സുബഹിക്ക് തക്ബീർ തുടങ്ങും. ആ തക്ബീർ ദുൽഹജ്ജ് 13 അസർ വരെയും നീണ്ടു നിൽക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ പെരുന്നാൾ നമസ്കാരം, അത് ഈദ് ഗാഹുകളിലാണ് പെരുന്നാൾ നമസ്കാരം നമസ്കരിക്കൽ. അതാണ് പ്രവാചകൻ്റെ ചര്യ. ഇൻഷാ അല്ലാഹ് നമ്മളും പെരുന്നാൾ നമസ്കാരം എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഈദ്ഗാഹുകളിൽ തന്നെ ആയിരിക്കും നമ്മുടെ പെരുന്നാൾ നമസ്കാരവും. പെരുന്നാൾ നമസ്കാരം നമ്മുടെ മാർബിൾ ടർഫിൻ ഗ്രൗണ്ടിലായിരിക്കും അത് സംഘടിപ്പിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ മഴ നമുക്ക് പ്രതികൂലമാകുന്നുണ്ട് എങ്കിൽ നമ്മൾ പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിക്കും. 7:30 നമ്മുടെ സമയം എന്ന് മനസ്സിലാക്കുക. അതേപോലെ അന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഭക്ഷണം കഴിക്കാതെ വരിക എന്നുള്ളത്. ബലിപ്പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വരികയും നമസ്കാര ശേഷം കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത്. വരുന്ന വഴിയും പോകുന്ന വഴികളും തമ്മിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ സ്ത്രീകളും എന്ത് ചെയ്യണം? ഈ നമസ്കാരത്തിന് വേണ്ടി ഈദ് മുസല്ലയിലേക്ക് അവരും എത്തിപ്പെടണം. പ്രവാചകൻ്റെ ഹദീസുകളിൽ നിഫാസും ഹൈദുമുള്ള സ്ത്രീകൾ പോലും എന്ത് ചെയ്തിരുന്നു? ഈദ്ഗാഹുകളിലേക്ക് മുസല്ലകളിലേക്ക് വന്നിരുന്നു എന്നും നമസ്കാരത്തിൽ അവർ മാറിയിരിക്കുകയും മറ്റുള്ള പ്രാർത്ഥന പോലെയുള്ളതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ നമ്മൾ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അതേപോലെ അതിന് ശേഷമുള്ള നമസ്കാര ശേഷമുള്ള അറവ് ഉളുഹിയ്യ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കപ്പെടുക. ഇനിയും ആർക്കെങ്കിലുമൊക്കെ അതിൽ ചേരണമെന്ന് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ചേരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് അത് നിർവഹിക്കുക. അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് അങ്ങനെ നൽകാൻ സാധിച്ചിട്ടില്ലാത്തവർ അടുത്ത കൊല്ലം നൽകാം എന്ന രീതിയിൽ നിയത്ത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? അവരതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിർവഹിക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ പള്ളി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളിയാഴ്ചകളിൽ ലഭിക്കുന്ന ഈ പള്ളി ഫണ്ടും മറ്റു കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ പള്ളിയും സ്ഥാപനങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ
സ്വതക്കകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദിക്റുകൾ, അതേപോലെ സ്വതക്കകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അധികം പുണ്യം കിട്ടുന്ന സമയവും സന്ദർഭങ്ങളുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ച് ഈ പള്ളി പരിപാലന ഫണ്ടിൽ കാര്യമായിട്ട് നമ്മൾ സഹായിക്കണം എന്നെന്ത് ചെയ്യുക, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന അനവധി ആളുകൾ അല്ലേ, ഒരുപാട് സഹോദരന്മാർ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ഇപ്പോൾ വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം എന്താണ്, അവർക്ക് ആഗ്രഹം കാണും പള്ളിയിൽ വന്ന് നമസ്കരിക്കുവാനും എല്ലാവരെയും കാണുവാനും എല്ലാവരുമായിട്ട് സലാം പറയാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ഒരുപാട് രോഗികളായ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും അവരുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. പഴയതുപോലെയുള്ള ആരോഗ്യം അള്ളാഹു തിരിച്ചു നൽകുകയും പള്ളിയുമായി ബന്ധപ്പെടാനും നമസ്കരിക്കാൻ വരാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ പടച്ചറബ് ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു ലോകത്ത് മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ഒരുപാട് മുസ്ലിം സമൂഹം പ്രശ്നങ്ങളും ദുരിതങ്ങളും യുദ്ധക്കെടുതികളും അനുഭവിക്കുന്നു. നമുക്കറിയാം, പശ്ചിമേഷ്യ രാജ്യങ്ങളിലൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇന്നും ബോംബുകൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, നിരപരാധികളായ ആളുകളുടെ മേൽ, നിരപരാധിത്വമുള്ള രാജ്യങ്ങളുടെ മേൽ കൊണ്ടുപോയിട്ട് ഇടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരുപാട് ആളുകൾ ഭീതിയിലും പ്രയാസത്തിലുമാണ്. അള്ളാഹു അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായവും ആ രാജ്യങ്ങൾക്കൊക്കെ അള്ളാഹു വിജയവും ശത്രുക്കളുടെ മേൽ വിജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്റഖ വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.